ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുവൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ മത്തി ഫ്രൈ ആണ് കേട്ടോ. അതായത് പച്ചമാങ്ങയും തേങ്ങയും ഒക്കെ ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റോട് കൂടി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മത്തി പൊരിച്ചതാണ് നമ്മളിന്ന് ഇവിടെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്, പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഈ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ എന്താ ഇവിടെ ഒരു 400 ഗ്രാം മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞ് ടൈപ്പ് മത്തിയാണ്. എപ്പോഴും ചെറിയ മീനുകളിൽ ഇത് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മത്തിയിലേക്ക് ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. 1.5 ടീസ്പൂൺ മുളക് പൊടി, അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, ഞാൻ ക്രഷ്ഡ് പെപ്പറാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പകുതി ചെറുനാരങ്ങയുടെ പീസ് എടുത്തിട്ട് അത് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ മത്തിയൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. 30 മിനിറ്റ്സ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴാണ് ഇതിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു ചെറിയൊരു മസാലക്കൂട്ടും കൂടി ഉണ്ട്, അതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മളുടെ ഈ മത്തി ഫ്രൈയിലേക്കുള്ള പച്ചമാങ്ങ വെച്ചിട്ടുള്ള സ്പെഷ്യൽ കൂട്ട് നമുക്കിപ്പോൾ ഇവിടെ തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു എണ്ണം പറയുകയാണെങ്കിൽ ഒരു 10-20 എണ്ണമൊക്കെ ഉണ്ടാവും ഈ ചെറിയ ഉള്ളി. അതിന് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ 2 വെളുത്തുള്ളി. അപ്പോൾ ഇത് വലുതായ കാരണം 2 എണ്ണം എടുത്തത്, ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണം എടുക്കാം. പിന്നെ ഉള്ളത് ഒരു ചെറിയ പീസ് കണ്ടോ, ഇത്രയും വലുപ്പത്തിലുള്ള ഇഞ്ചി ഒരു കഷ്ണം, പിന്നെ ഒരു തണ്ട് വേപ്പില, പിന്നെ ഒരു പച്ചമാങ്ങ ഈ ഒരു വലുപ്പത്തിലുള്ളത് മതി കേട്ടോ. ഒരുപാട് വലുത് വേണ്ട. നിങ്ങളെ കയ്യിൽ വലിയ മാങ്ങയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി എടുത്താൽ മതിയാവും കേട്ടോ. ഇത് 2 ടീസ്പൂൺ കൊത്തുമുളകില്ലേ അത്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ വറ്റൽമുളക് എടുത്താൽ മതി, ഒരു 4-5 വറ്റൽമുളക് എടുക്കാം. പിന്നെ ഇത് നമ്മുടെ പെരിഞ്ജീരകം, ഫെന്നൽ സീഡ് എന്ന് പറയില്ലേ, വലിയ ജീരകം, ആ ജീരകമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചെരുകിയതും കൂടെ എടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ, അതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് അപ്പം ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതൊന്ന് നമ്മൾ ക്രഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആ വെളുത്തുള്ളിയും ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിടുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ക്രഷ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ അത് ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ഒന്ന് ആവാണ്ട് ഇങ്ങനെ ചതഞ്ഞ് പോവാതൊക്കെ എടുക്കുവേ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ച പെരിഞ്ജീരകം ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ ആ കൊത്തുമുളകും കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കാം. പിന്നെ നമ്മൾ ആ പച്ചമാങ്ങ ഞാൻ ആ തോലൊക്കെ കളഞ്ഞൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കാം. ഇത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചപ്പോൾ അതിൻ്റെ കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് മാത്രമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച 1/2 കപ്പ് തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങ ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി, കാരണം ക്രഷ് ചെയ്യുമ്പോൾ ഉള്ളി മാങ്ങയൊക്കെയാണ് നമുക്ക് കൂടുതൽ ക്രഷ് ചെയ്ത് കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളപ്പോൾ മത്തി മാരിനേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ, ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഈ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ മത്തി ഇതിലേക്ക് പറക്കി വയ്ക്കാം. മത്തി നമുക്ക് ഇങ്ങനെ ഓരോന്നായി ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ മത്തി ഒരു വശം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എല്ലാം അത് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ആ ഒരു പച്ചമാങ്ങയുടെ മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ വേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇതിനോടൊപ്പം കൂടി കുറച്ചും കൂടെ വേപ്പിലയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു വാസന വരും കേട്ടോ ഈ സമയത്ത്.
ഓക്കെ, ഇനി ഇതൊന്ന് ആ വശം കൂടി ഒന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. നമ്മൾ ആ മത്തി മറച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ, അല്ലാതെ ഇങ്ങനെ അരഞ്ഞ് പോയിട്ടില്ല. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. ഒന്ന് നിരത്തിയതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റും കൂടി ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ മിക്സ് ഒന്ന് മത്തി ഒന്നും പൊടിഞ്ഞു പോകാതെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം നമുക്ക്. മത്തിയൊന്നും ഇനി പൊടിഞ്ഞൊന്നും പോകില്ല കേട്ടോ. ഇതാ അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, മത്തിയൊന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ആ അരപ്പൊന്ന് കുഴഞ്ഞു പോകാതെ നോക്കിയാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ ഇത്. വേറെ കറിയൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.